അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ? ഹാപ്പി ആൻഡ് റെഡി കിഡ്സ് അല്ലേ നിങ്ങൾ എല്ലാവരും? ഹാപ്പി ആൻഡ് റെഡി കിഡ്സ് ഇന്ന് എന്താണ്, നിങ്ങൾക്ക് കടങ്കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ? ഇഷ്ടമുള്ള കാര്യമാണ് കടങ്കഥകൾ, കുസൃതി ചോദ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ കടങ്കഥകളെ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് പ്രചാരത്തിൽ എത്തിച്ച ഒരു മാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ മാഷിന്റെ പേര്? ആർക്കെങ്കിലുമൊക്കെ അറിയാവോ മാഷിന്റെ പേര്? ആരാണ്? യെസ്, കുഞ്ഞുണ്ണി മാഷ് അല്ലെ? കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച്, അധികാരത്ത് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മുടെ കുട്ടികൾ ആരും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അദ്ദേഹം 1972 ജനിക്കുകയും 2006 നമ്മളെ വിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് അല്ലെ? അദ്ദേഹം കുട്ടികൾക്കായിട്ട് ഒരുപാട് ബാലകവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു കവിത രചിച്ചു ചൊല്ലട്ടെ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, കാച്ചി വെച്ച പാത്രം നക്കിയങ്ങ് തുടച്ചു. എന്ത് കാച്ചി വെച്ചതാ? പാല് കാച്ചി വെച്ച പാത്രം നക്കി തുടച്ച പൂച്ചയുടെ പാട്ടൊക്കെ നിങ്ങൾ കൊച്ചു കുട്ടികളായിരുന്നപ്പോഴത്തേക്ക് അമ്മമാര് ചൊല്ലി തന്നിട്ടില്ലേ? ഇതൊക്കെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാ. കുഞ്ഞുണ്ണി മാഷ് ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നില് അദ്ദേഹം പറഞ്ഞ നല്ലൊരു വാചകമുണ്ട്. അതെന്താണെന്നറിയാവോ? വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ഓതിയിടാം. നിങ്ങളുടെ ചെവിയില് ചെറിയൊരു സൂത്രം ഓതിയിടാം. എന്താണ് ആ സൂത്രം എന്നറിയാവോ? നമ്മൾ സ്വയം നന്നാവുക. നമ്മൾ സ്വയം നന്നായി കഴിഞ്ഞാലേ മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാന്ന്, നമ്മൾ നന്നായാൽ മറ്റുള്ളവർ അത് കണ്ടുപിടിച്ച് അവർ നന്നാവുന്നു. അങ്ങനെ ലോകം മുഴുവൻ നമുക്ക് നന്നാക്കാൻ സാധിക്കുമെന്ന് വളരെ നന്നായി നമ്മളെ പഠിപ്പിച്ച ഒരു കവിയാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് അല്ലെ? കുഞ്ഞുണ്ണി മാഷിന്റെ ആ ഒരു സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് കടങ്കഥകളുടെ മത്സരം ആരംഭിക്കാം. കടങ്കഥകൾ ടീച്ചർ ചോദിച്ചാൽ നിങ്ങളെല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ആൻസർ പറയോ? അപ്പൊ തന്ത്രപരമായ ചോദ്യങ്ങളാണ്. തന്ത്രങ്ങൾ മെനഞ്ഞു വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താനായിട്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴും നിലത്ത് കിടക്കുന്നു പക്ഷെ അഴുക്ക് പറ്റാറില്ല. എപ്പോഴും നിലത്ത് കിടക്കുന്ന നമ്മളോടൊപ്പം ഒക്കെ ഉണ്ടാവും, പക്ഷെ അഴുക്ക് പറ്റാറില്ല. ആരാ അത്? ആരൊക്കെ ആൻസറുകൾ എത്തുന്നുണ്ട്? പറഞ്ഞേ, ആരാ ആൻസർ പറഞ്ഞേ? ആരാ പറഞ്ഞേ? നേത്ര, പ്രണവ്, ആരൊക്കെ ആൻസർ പറഞ്ഞേ? പ്രണവാണോ പറഞ്ഞേ? ആൻസർ എന്താണ്? നിഴൽ അല്ലെ? നമ്മുടെ ഷാഡോ, നിഴൽ ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ട്, പക്ഷെ അത് അഴുക്ക് പറ്റാറില്ല. അതുപോലെ പിടിച്ചാൽ പിടികിട്ടില്ല, വെട്ടിയാൽ വിട്ടേൽക്കുന്നുമില്ല. എന്താ സാധനം? പിടിച്ചാൽ നമ്മൾ പിടിച്ചു നിർത്താൻ പറ്റില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഒഴുകിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞപ്പോഴേ ആൻസർ ആയല്ലേ? വെള്ളം. അതെ, വെള്ളം, വാട്ടർ. നമ്മുടെ വെള്ളത്തെ നമുക്ക് പിടിച്ചാൽ പിടിച്ചു നിർത്താൻ കഴിയില്ല, അതുപോലെ വെട്ടിയാൽ അതിനെ വെട്ടേൽക്കുകയില്ല അല്ലെ? നല്ല ആൻസർ, എല്ലാവരും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇനി എന്താണ് വാട്ട് മസ്റ്റ് ബി ബ്രോക്കൺ ബിഫോർ വി യൂസ്? നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിക്കുന്ന സാധനം എന്താ? നമ്മൾ പൊട്ടിച്ചത് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ പറയുന്നവർക്കെല്ലാം ക്ലാപ്പ് കൊടുത്തേ. പ്രണവ് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ എല്ലാവരും. പ്രണവ് ആൻസർ നന്നായി പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലാപ്പ് കൊടുത്തേ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണം. ഐ എം ഫുൾ ഓഫ് ഹോൾസ്. ഞാൻ നിറച്ച് ഹോൾസ് ഉള്ള ആളാണ്, പക്ഷേ ഐ ക്യാൻ ഹോൾഡ് വാട്ടർ. എനിക്ക് വെള്ളത്തെ സ്റ്റോറേജ് വെക്കുക, അല്ലെങ്കിൽ വെള്ളത്തെ സംഭരിച്ചു വെക്കാൻ സാധിക്കും. എന്താണ് ആ സാധനം? ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫുൾ ഓഫ് ഹോൾസ് നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും, നമ്മൾ അതിനെ പിഴിഞ്ഞൊക്കെ കളയും. ഓക്കെ, യെസ്, ദിദിക്കുട്ടിയാണ് ആൻസർ പറഞ്ഞത് അല്ലേ? എന്താണ് ആൻസർ? യെസ്, നമ്മുടെ സ്പോഞ്ച് അല്ലെ? സ്പോഞ്ച് ആണ് നമ്മുടെ ആൻസർ വരിക. സ്പോഞ്ച് ആണ് നമ്മുടെ ആൻസർ. Then what is always in front of you but can't be seen or touch? നമ്മുടെ ഫ്രണ്ടിലുണ്ട്, പക്ഷെ നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ സ്മെല്ലോ ഒന്നും നമുക്കറിയില്ല. നമ്മുടെ മുന്നിലുണ്ട്. എയർ നോട്ട്. എയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, ഇത് ഫീൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ നമ്മൾ ലക്ഷ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എയിംസ് അപ്പൊ എന്താ നമ്മുടെ മുന്നിലുള്ളത്? നമുക്ക് യാത്ര ചെയ്ത് പോകേണ്ട കാലം ഏതാ? ഏത് കാലത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? നമ്മുടെ ഫ്യൂച്ചർ. യെസ്, നമ്മുടെ ഫ്യൂച്ചറിലേക്കാണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ ഐ ക്യാൻ ഓഫൺ ബ്രോക്കൺ. ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഇഫ് ഐ ആം ബ്രോക്കൺ ഐ മേക്ക് ഇറ്റ് ടയർഡ്. നിങ്ങൾ എന്ത് ടയർഡ് ആക്കും. ആൻഡ് ഇഫ് ഐ ആം സ്ട്രോങ്ങർ ഐ മേക്ക് യു സ്ട്രോങ്. നിങ്ങളെ സ്ട്രോങ് ആക്കും. അതായത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്, അത് നമ്മൾ കീപ്പ് ചെയ്യാൻ എപ്പോഴും നോക്കുകയും വേണം. അത് ബ്രോക്കൺ ആയി കഴിഞ്ഞാലോ പിന്നെ നമുക്ക് അവിടെ വില ഇല്ലാതെ ആകുന്ന ഒരു കാര്യമാണ്. എന്താണത്? നിങ്ങൾ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുക്കാറുണ്ട്, സ്കൂളിൽ ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്, ഫ്രണ്ട്സിന് നിങ്ങൾ കൊടുക്കാറുണ്ട്. അത് പാലിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ആകെ പരാജയപ്പെട്ടു. എന്താ സാധനം? യെസ്, പ്രോമിസ്. ഓക്കെ, പ്രോമിസ് ആണ് ആൻസർ. പ്രോമിസ് പാലിക്കാൻ പറ്റുന്ന പ്രോമിസുകളായിരിക്കണം നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് അല്ലെ?
അതുപോലെ ഐ ക്യാൻ ബി ഗിവൺ ഫ്രീലി, എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഐ കനോട്ട് ബി ബോട്ട് ഓർ സോൾഡ്, എന്നെ വാങ്ങാനോ വിൽക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. ഐ ക്യാൻ ചേഞ്ച് എ പേഴ്സൺസ് ഡേ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ നമുക്ക് ഡേ നമുക്ക് മാറ്റാൻ പറ്റും. ഇഫ് ഐ കോസ്റ്റ് നത്തിങ്, പക്ഷെ എനിക്ക് കോസ്റ്റിന് ഒരു ചെലവുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഫുഡോ? ഫുഡൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് കൊടുക്കാം. നമ്മൾ രാവിലെ എണീറ്റിട്ട് ടീച്ചർ ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന സാധനം എന്താണ്? നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു അങ്കിൾ ഇങ്ങനെ നടന്നു പോകുന്നു. അങ്കിൾ എടുത്ത് വെച്ചു, ഹായ് അങ്കിൾ, സുഖാണോ എന്ന് വെച്ചു. അങ്കിൾ എന്താ പറഞ്ഞേ? അത് സുഖാണ് മോളെ, എന്ത് പറ്റുന്ന മോളെന്താ പരിപാടി ഇവിടെ, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പൊ നമ്മള് എങ്ങനെയാ കാര്യം ചോദിച്ചത്? ദേഷ്യപ്പെട്ടാണോ? എങ്ങനെ? ഹായ് അങ്കിൾ സുഖാണോ? അങ്ങനെയല്ലല്ലോ. ഹായ് അങ്കിൾ സുഖാണോ എന്നൊക്കെ നമ്മുടെ മുഖത്തെ യെസ് സ്മൈൽ, പുഞ്ചിരി. അപ്പൊ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം, അല്ലെ? ഒരാളുടെ ഡേയെ നമുക്ക് മാറ്റാൻ പറ്റുന്ന നല്ലൊരു സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്ത കുട്ടികളാണല്ലോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ദെൻ നെക്സ്റ്റ് ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ ഗായത്രി മാം നമുക്ക് ക്ഷണിക്കാം. ഓക്കെ, എല്ലാം നന്നായി പെർഫോമൻസ്. നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ തരുന്നതായിരിക്കും. നമ്മളുടനെ നേരിട്ട് കാണും കേട്ടോ. വെക്കേഷനൊക്കെ ആവട്ടെ, നമുക്ക് കുട്ടികളുടെയൊക്കെ എണ്ണം ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നമ്മളെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ആൻസർ പറഞ്ഞിട്ടുള്ള അവരുടെ എല്ലാം പേരുകൾ ടീച്ചർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഗിഫ്റ്റുകൾ ഉണ്ടാവും കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് knowledgeable ആയിട്ടുള്ള questions ആണ്. It will be useful for your school also. What is your body asking for when you yawn? What is your body asking for when you yawn? Yawn അറിയാലോ? ഉറക്കം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? You yawn. So what is your body asking for? Sleep. You have to think. Sleep. Yeah, when you're feeling sleepy, what do? You yawn. So when you yawn, what is your body asking for? Sleep. Rest. അല്ല, rest അല്ല. Sleep അല്ല. ഓക്സിജൻ ആരാ പറഞ്ഞ്? ഹലോ, ഓക്സിജൻ എന്ന് പറഞ്ഞോ മോള്? പേരെന്താ മോളുടെ? ശിവാനി. Very good. What is your body asking for when you yawn? Answer, oxygen. Very good. What do you get? Body temperature rises. What do you get when your body temperature rises? What do you get when your body temperature rises? ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലെ ആൻസറിന്റെ ക്ലൂ ഉണ്ട്. When body temperature rises, what happens? What do you get? Funny. Very good. You get a fever. Yes. Okay, thanks. Where is the thickest skin on your body? Where is the thickest skin on your body? Foot. കേട്ടില്ല മോനെ? Foot. Soles. Footന്റെ താഴെ. Soles. The sole of your feet, that is the thickest skin on your body. What liquid in your body helps you? What liquid is your body helps you to keep warm? Water. What liquid in your body helps you keep warm? എളുപ്പമാണ് ആൻസർ. വാട്ടർ അല്ല, വേറെ എന്ത് ലിക്വിഡ് ആണ് ബോഡിയിൽ ഉള്ളത്? വാട്ടർ അല്ലാതെ ഏതാ? വാട്ടർ അല്ലാതെ Yes. He said it right. Pranav, what did you say? Blood. Exactly. Correct. What part of your body what part of you grows faster in summer than in winter? What part of you grows faster in summer than in winter? Hair.
No. Nail. Very good. Who said that? Yeah. Fingernails. Fingernails. Okay. What's your body getting rid of when you breathe out? What is your body getting rid of when you breathe out? Carbon dioxide. Very dioxide. good. Very Carbon good. dioxide. Excellent. Very good. What travels as fast as a speeding car to clean your lungs? What travels as fast as a speeding car to clean your lungs? Oxygen. What travels as fast as a speeding car to Blood. clean your lungs? It cleans your lungs. Hmm. What Oxygen. Water. Water. Travel. Alla mone, listen to the question. Listen to the question. Blood. What travels as fast as a speeding car to clean your lungs? Lungs clean ആവുന്നത്. So what travels to clean your lungs? നോക്കട്ടെ ഈ ആൻസർ ഏത് മിടുക്കനാ. Let me see who can answer this. Air. All yes. Answer. Just think. Everyone will. You are having the answer. What travels as fast as a speeding car to clean your lungs? You want me to say the answer or you want me to wait?